എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂൺ 7-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനി ലഭിക്കുമോ എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ചർച്ച. നമ്മുടെ പല വീഡിയോകളിലും ആളുകൾ ഇങ്ങനെ കമൻ്റ് ആയിട്ട് ചോദിക്കുന്നതും അത് തന്നെയാണ്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ഓപ്ഷനുകളാണ് പറയാനുള്ളത്. ഉദ്യോഗസ്ഥന്മാർക്ക് വിളിക്കുമ്പോൾ അവർക്ക് സർക്കാരിൻ്റെ അറിയിപ്പ് ലഭിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ കഴിയൂ എന്നുള്ളതാണ്. മാർച്ച് മാസത്തിലാണ് അവസാനം വിതരണം ചെയ്തത്. പിന്നീടാണ് സർക്കാർ മാറിയത്. അതായത് LDF സർക്കാരാണ് ഇത് കൊണ്ടുവന്നത്. പിന്നീട് LDF സർക്കാർ ഫെബ്രുവരിയിൽ കൊണ്ടുവന്നു, മാർച്ചിൽ വിതരണം ചെയ്തു. ഏപ്രിൽ മാസവും LDF സർക്കാർ തന്നെയായിരുന്നു. അന്നൊന്നും ഇത് വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1000 കോടിക്ക് മുകളിൽ ഖജനാവിൽ ആ സമയത്ത് പണം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ധവളപത്രത്തിൽ നിന്നും വ്യക്തവുമാണ്. എന്നിട്ട് പോലും 300 കോടി രൂപ മാത്രം മതിയായിരുന്ന ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ പിണറായി സർക്കാർ വിതരണം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പദ്ധതി നിർത്തിയിട്ടാണ് പിണറായി സർക്കാർ പോയിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും മിണ്ടാത്തത്. ഇനി നമുക്ക് ആകെയുള്ള പ്രതീക്ഷ ബജറ്റാണ്. ബജറ്റിൽ എന്താണ് UDF സർക്കാർ, പുതിയ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, തുക വകയിരുത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷയായിട്ട് നിലനിൽക്കുന്നത് സൈറ്റിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ആക്റ്റീവ് ആണ് എന്നുള്ളതാണ്. സേവന വെബ്സൈറ്റിൽ ക്ഷേമ പെൻഷന്റെ കാര്യങ്ങളോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ എല്ലാ വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയുന്നുണ്ട്. പുതിയ അപേക്ഷകളും നൽകാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരാൻ തന്നെയാണ് സാധ്യത, വീണ്ടും തുടങ്ങാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇപ്പം 3 മാസത്തെ, ഈ മാസത്തെ അടക്കം 3 മാസത്തെ ലഭിക്കേണ്ടതാണ്. അത് പൂർണ്ണമായിട്ടും ലഭിക്കുമോ എന്ന് നമുക്കറിയില്ല. പുതിയതായിട്ട് പദ്ധതി UDF സർക്കാർ വീണ്ടും തുടങ്ങുകയാണെങ്കിൽ, മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് തുടങ്ങുകയാണ് എങ്കിൽ അത് ആദ്യം മുതലായിരിക്കും, അതായത് ഓരോ മാസം മുതലായിരിക്കും ലഭിക്കുക. എന്നാൽ LDF സർക്കാർ കൊണ്ടുവന്നത് തുടരുകയാണ് എങ്കിൽ LDF സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടുള്ള 1000 രൂപയും മെയ് ജൂൺ മാസത്തെ തുക 3 മാസത്തേത് കൂടി കുടിശ്ശികയായിട്ട് നമുക്ക് ലഭിക്കേണ്ട 3000 രൂപ ലഭിക്കും എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത് BPL വിഭാഗത്തിൽപ്പെട്ട മറ്റ് പെൻഷൻ പദ്ധതികളോ ക്ഷേമ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ്. ആ സ്ത്രീകൾക്ക് ലഭിക്കുന്ന വളരെ വലിയൊരു സഹായ പദ്ധതി തന്നെയായിരുന്നു ഇത് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആളുകൾ വരി നിന്നും വെയിലുകൊണ്ടും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഈ പദ്ധതിയിൽ ചേർന്നതും അപേക്ഷ നൽകിയതും വരുമാന സർട്ടിഫിക്കറ്റും മറ്റ് രേഖകളെല്ലാം ഉണ്ടാക്കി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൽ ചേർന്നത്. പക്ഷേ ഈ പദ്ധതി ചേർന്ന് നടപ്പിലാക്കി തുടങ്ങിയത് ഫെബ്രുവരിയിൽ, നിർത്തിയത് മാർച്ചിൽ. ഏപ്രിൽ മാസത്തിൽ കൊടുക്കാതെയാണ് കഴിഞ്ഞ സർക്കാർ ഇറങ്ങിപ്പോയത് എന്നുള്ള വിരോധാഭാസം നിലനിൽക്കെ പുതിയ സർക്കാർ ഇത് കൊടുത്തിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ പുതിയ സർക്കാരിനോട് അപേക്ഷിക്കാനുള്ളത് ബജറ്റിൽ ഇതും കൂടി ഉൾപ്പെടുത്തി ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് ആ ഒരു ആനുകൂല്യം തുറന്നും നൽകണം എന്നുള്ളതാണ്. അപ്പോൾ പലിശഭാരം കൂട്ടാതെ പണനയ അവലോകന യോഗം അവസാനിപ്പിച്ച് റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്കുകളായിട്ടുള്ള റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെയാണ് പണനയം റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. GDP അനുമാനം വെട്ടിക്കുറച്ചിട്ടുണ്ട്. വിലക്കയറ്റം കടുക്കാൻ സാധ്യതയുണ്ട് എന്ന് റിസർവ് ബാങ്ക് ഗവർണർ വ്യക്തമാക്കി. അടിസ്ഥാന പലിശ നിരക്ക് നിലനിർത്തിയത് ഭവന വായ്പ എടുത്തിട്ടുള്ളവർക്ക് വലിയ ആശ്വാസമാകും. റിപ്പോ നിരക്കിൽ മാറ്റം ഇല്ലാത്തതിനാൽ ഭവന വായ്പകളുടെ പലിശ നിരക്ക് മാറ്റാൻ ബാങ്കുകൾ തയ്യാറാവില്ല. മറിച്ച് റിപ്പോ കൂട്ടിയിരുന്നു എങ്കിൽ ആ വർധനവ് ബാങ്കുകൾ ഉടനടി ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചേനെ. അതേസമയം പണപ്പെരുപ്പ അനുമാനം കൂട്ടിയ റിസർവ് ബാങ്കിന്റെ നടപടി അടുത്ത നയ അവലോകന യോഗത്തിൽ പലിശ നിരക്ക് കൂട്ടിയേക്കാനുള്ള സൂചന കൂടിയാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്: രാജ്യത്ത് പേപ്പർ നോട്ടുകൾക്ക് പകരം പോളിമർ, അതായത് പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള നിർദ്ദേശം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട് എന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. ഇന്നലെ നടത്തിയ പ്രത്യേക വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലവിൽ പ്രാരംഭഘട്ടത്തിലാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ പേപ്പർ കറൻസി നോട്ടുകളുടെ അച്ചടി ചെലവ് കേന്ദ്ര സർക്കാരിന് വൻ ബാധ്യത ഉണ്ടാക്കുന്നുണ്ട് എന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. പേപ്പർ നോട്ടുകൾ പെട്ടെന്ന് കേടാവുന്നതും അവ നശിപ്പിച്ച് കളയുമ്പോൾ ഉണ്ടാകുന്ന മൂല്യനഷ്ടം ഒഴിവാക്കാൻ പ്ലാസ്റ്റിക് നോട്ടുകൾക്ക് സാധിക്കും. പ്ലാസ്റ്റിക് കറൻസി എന്ന ആശയം റിസർവ് ബാങ്ക് ആദ്യമായി അവതരിപ്പിച്ച്
ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് ഇപ്പോൾ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ അധികൃതർ വീണ്ടും മുന്നോട്ട് വരുന്നത്. നിലവിൽ കാനഡ, ഓസ്ട്രേലിയ എന്നീ വിദേശ രാജ്യങ്ങളിലെ പ്ലാസ്റ്റിക് നോട്ടുകൾ ഇന്ത്യയിലെ കാലാവസ്ഥക്ക് എത്രത്തോളം അനുയോജ്യമാണ് എന്ന് പരിശോധിക്കുകയാണ് ആദ്യ ലക്ഷ്യം. ഇതിനായി രാജ്യത്തെ വ്യത്യസ്ത ഭൂശാസ്ത്ര, കാലാവസ്ഥ വ്യതിയാനമുള്ള 5 നഗരങ്ങളെ പരീക്ഷണാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കൊച്ചിയും പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. കൊച്ചി, മൈസൂർ, ജയ്പൂർ, ഷിംല, ഭുവനേശ്വർ എന്നീ നഗരങ്ങളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യഘട്ടം 5 നഗരങ്ങളിലായി പരീക്ഷണാടിസ്ഥാനത്തിൽ 10 രൂപയുടെ 1 ബില്യൺ അഥവാ 100 കോടി പ്ലാസ്റ്റിക് നോട്ടുകൾ വിതരണത്തിന് ഇറക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ലാബുകളിൽ നടത്തിയ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷമാണ് നോട്ടുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചത് എന്നാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ കടുത്ത ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയും ദൈനംദിന ഉപയോഗത്തെയും നോട്ടുകൾ എത്രത്തോളം പ്രതിരോധിക്കുന്നു എന്ന് വിലയിരുത്തിയ ശേഷമാകും രാജ്യം മുഴുവൻ പ്ലാസ്റ്റിക് നോട്ടുകൾ വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. സാധാരണ പേപ്പർ നോട്ടുകളെ അപേക്ഷിച്ച് പ്ലാസ്റ്റിക് നോട്ടുകൾക്ക് ആയുസ് കൂടുതലാണ് എന്നും കള്ളനോട്ടുകൾ അടിക്കുന്നത് തടയാൻ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഇവയിൽ ഉൾപ്പെടുത്തുന്നതിന് റിസർവ് ബാങ്കിന് എളുപ്പത്തിൽ കഴിയും എന്നുള്ളതാണ് RBI ഇതിലേക്ക് ആകർഷിപ്പിച്ചിട്ടുള്ളത്. അച്ചടിച്ചെലവ് ആദ്യഘട്ടത്തിൽ അല്പം കൂടുതലാണ് എങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് രാജ്യത്തിന് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കും എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന കർഷകർ. പല ആളുകൾക്കും ഒരു കാരണവും ഇല്ലാതെ കഴിഞ്ഞ 2 ഗഡുക്കളൊക്കെ മുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് പരിശോധിക്കുകയും ഒരു കാരണവശാലും നമുക്കത് മുടങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ അക്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എന്നും ഉറപ്പിക്കേണ്ടതാണ്. കർഷക രജിസ്ട്രേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ ആനുകൂല്യം മുടങ്ങാതിരിക്കും. PM കിസാൻ സമ്മാൻ നിധി അടക്കമുള്ള കർഷകർക്ക് ലഭിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷനിലൂടെ മാത്രമാണ് ഭാവിയിൽ ലഭിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. യുണീക്കായും കൊണ്ട് പ്രത്യേകം നമ്പർ നൽകിക്കൊണ്ടുള്ള ഒരു ID കാർഡാണ് നൽകാൻ വേണ്ടി പോകുന്നത്. ഇതിലൂടെയായിരിക്കും കർഷകർക്ക് നൽകുന്ന വിള ഇൻഷുറൻസ്, മണ്ണ് പരിശോധന കാർഡുകൾ, വളം സബ്സിഡികൾ, PM കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേമ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുക. അപ്പം അത് കൃത്യമായിട്ടും ലഭിക്കുന്നതിന് വേണ്ടി PM അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ഇതുവരെ ചെയ്യാത്തവർ അത് പൂർത്തീകരിക്കണം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇനി നമുക്ക് ലഭിക്കാനുള്ള 23ാമത്തെ ഗഡുവിന്റെ വിതരണം എന്നുണ്ടാകും എന്നുള്ളതാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തെ തുകയാണ്. ഇതിൽ ഏപ്രിൽ മാസവും മെയ് മാസവും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജൂൺ, ജൂലൈ മാസത്തിലാണ്. ഈ മാസം അവസാനത്തിൽ ഇത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ 3ാം മാസത്തിലോ 4ാം മാസത്തിലോ ആണ് PM കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു തുകയുടെ വിതരണം ഈ മാസം അവസാന ആഴ്ചയിലോ അടുത്ത മാസം 2ാമത്തെ ആഴ്ചയിലോ, അത് എപ്പോഴാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം, അതിൻ്റെ ഒരു വിതരണം ഉണ്ടാകുന്നതാണ്. 2000 രൂപ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുടങ്ങാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ PM സമ്മാൻ നിധി സ്വമേധയാ തിരിച്ചേൽപ്പിക്കാൻ അല്ലെങ്കിൽ പദ്ധതിയിൽ നിന്നും ഒഴിയാനുള്ള ഒരു ഓപ്ഷൻ PM കിസാൻ വെബ്സൈറ്റിലുണ്ട്. മുമ്പ് ഈ പദ്ധതിയിലൂടെ നമുക്ക് ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്ന് ആദായ നികുതി അടയ്ക്കുന്ന ആളുകളായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ പ്രൊഫഷണൽ ജോലിക്കാർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ, ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ വക്കീലന്മാരോ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരോ പിന്നീട് ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഈ പദ്ധതിയിൽ നിന്നും സ്വമേധയാ ഒഴിവാകണം. ഇല്ല എങ്കിൽ ഭാവിയിൽ അത് സിസ്റ്റം കണ്ടെത്തുകയും ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക എത്രയാണോ അത് മുഴുവനായിട്ടും തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ ഇതിൽ നിന്ന് സ്വമേധയാ ഒഴിവാകുമ്പോൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരില്ല. പിന്നീട് അങ്ങോട്ട് പദ്ധതിയിൽ ചേരാൻ കഴിയില്ല എന്നുള്ളത് മാത്രമാണുള്ളത്. സറണ്ടർ ചെയ്യുക എന്നാണ് പറയുക. അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്കും ബൈ.